താങ്ക് ഗോഡ്. സ്തോത്രം. അറിയാലോ, രതീഷാണ് പ്രൈസർ ഫാമിലിയിൽ നിന്ന് ചില ഓർമ്മകൾ, ചില ഓർമ്മപ്പെടുത്തലുകൾ വല്ലാത്തൊരു ശൂന്യതയും നഷ്ടബോധവും ജീവിതത്തിൽ ഉണ്ടാക്കാറുണ്ട് അല്ലേ? പലരും ആ ഓർമ്മകളിൽ മരിച്ച് ജീവിക്കുകയാണ്. ജീവിക്കുക എന്നല്ല, മരിച്ച് ജീവിക്കുകയാണ്. ഒപ്പമുണ്ടായിരുന്ന പലതും നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ചുള്ള ഓർമ്മകളിൽ, നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളിൽ, സ്വന്തമായുണ്ടായിരുന്ന ഭവനം തലചായ്ക്കുവാനുള്ള ആ സുരക്ഷിതത്വം അത് നഷ്ടപ്പെട്ടു പോയി അല്ലേ സഹോദര, സഹോദരി? അതൊരു വേദനയാണ്. ഓർമ്മ വരുമ്പോഴൊക്കെ അതിനുശേഷമുള്ള ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആർക്കോ വേണ്ടി, എന്തിനോ വേണ്ടി അത് തന്നെ മരിച്ച് ജീവിക്കുന്ന അവസ്ഥ. ആ തൊഴിൽ നഷ്ടപ്പെട്ടു പോയി, വരുമാനമാർഗം ഇല്ലാതായി, പ്രതീക്ഷയോടെ നോക്കുന്നവരുടെ പ്രതീക്ഷകൾക്കൊത്തവണ്ണമുള്ളത് നൽകുവാൻ കഴിയാത്ത അവസ്ഥയിലായിത്തീർന്നു. എന്തിനു ജീവിക്കണം എന്ന് പലപ്പോഴും ചിന്തിച്ച് മരണം മതിയെന്ന് തീരുമാനമെടുത്ത രാത്രികൾ അല്ലേ സഹോദരി? ഭർത്താവ് നഷ്ടപ്പെട്ടപ്പോൾ, ഭാര്യ നഷ്ടപ്പെട്ടപ്പോൾ, സഹോദര കുടുംബജീവിതം തകർന്നപ്പോൾ നീ കരുതിയതുപോലെ അല്ല. അതേ, നിലവിളിച്ചില്ലേ രാത്രി? അയ്യോ, എൻ്റെ ഭർത്താവിനെ കുറിച്ച് ഞാനിങ്ങനെ അല്ലല്ലോ കരുതിയത്. എന്നെ മാത്രം സ്നേഹിക്കുന്ന, ഞങ്ങളുടെ മാത്രമായ അവനങ്ങനെ അല്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അല്ലേ മരണത്തെക്കുറിച്ച് ചിന്തിച്ചതാണ്. ഭയം അല്ലെങ്കിൽ ഒപ്പമുള്ളവരെക്കുറിച്ചുള്ള ഓർമ്മ, ആ പിഞ്ചു കുഞ്ഞുങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ മരിക്കുവാൻ തോന്നുന്നില്ല. അതുകൊണ്ട് മാത്രം ഉള്ളം കൊണ്ട് മരിച്ച് ശരീരം കൊണ്ട് ജീവിക്കുന്ന അവസ്ഥ. മാതാവേ, പിതാവേ, പലപ്പോഴും ചിന്തിച്ച് കരഞ്ഞിട്ടില്ലേ? അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ ഇന്ന് പലരുടെയും ശാപവാക്കുകൾക്കും കളിയാക്കലുകൾക്കും പരിഹാസത്തിനും പാത്രമായി അവർ മാറുമ്പോൾ, പൊതുസ്ഥലത്ത് കൂടിയിരിക്കുന്നവരുടെ നാവിലെ പരിഹാസ പാട്ടായി അവരുടെ ജീവിതം മാറുമ്പോൾ, അത് കേൾക്കുമ്പോൾ എന്തിന് ഇങ്ങനെ ഒരു ജീവിതം? നഷ്ടപ്പെടൽ, അവരുടെ നല്ല ഭാവി നഷ്ടപ്പെട്ടു പോയി. അവരെത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ച ആ സ്ഥാനത്ത് അവരെത്തിയില്ല. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളുടെ കഷ്ടത കാണേണ്ടി വരുമല്ലോ. ഇന്ന് അവരവരുടെ നല്ല സമയം നഷ്ടപ്പെടുത്തി കളയുമ്പോൾ, അവരുടെ സാഹചര്യങ്ങൾ അവർ നഷ്ടപ്പെടുത്തി കളയുമ്പോൾ, നല്ലൊരു സർട്ടിഫിക്കറ്റ്, ഒരു ഡിഗ്രി അവർ സമ്പാദിക്കാതിരിക്കുമ്പോൾ, ഞാൻ കടന്നുപോയ കഷ്ടതയുടെ കണ്ണുനീരിൻ്റെ വഴികളിലൂടെ അവർ കടന്നു പോകുമല്ലോ, അത് ഞാൻ കാണേണ്ടി വരുമല്ലോ. അങ്ങനെ ഒരു ജീവിതം എനിക്ക് വേണ്ട എന്ന് ചിന്തിച്ച് മരിച്ച് ജീവിക്കുന്ന അവസ്ഥ. അവിധത്തിൽ മരിച്ച് ജീവിക്കുന്ന മാതാവേ, നിന്നോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഈ സമയം വിളിച്ചു പറയട്ടെ, അവിധത്തിലൊരു നരക ജീവിതം സമ്മാനിക്കുന്ന അവസ്ഥയിൽ നിന്റെ തലമുറകൾ തുടരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ചിലതിന് അറുതി വരുത്തുന്ന ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തിയുടെ മുൻപിൽ നീ ആയിരിക്കുന്നു. ഓ ആമേൻ, സ്തോത്രം. നഷ്ടപ്പെട്ടു പോയ ആരോഗ്യം, ഒരൊറ്റ ഇൻവെസ്റ്റ്മെൻറ്റ്. പലപ്പോഴും അഭിമാനത്തോടെ പറഞ്ഞിട്ടില്ലേ, എനിക്ക് ആരോഗ്യമുണ്ടെങ്കിൽ ഞാൻ പഠിപ്പിക്കും, എൻ്റെ മക്കളെ കെട്ടിച്ചുവിടും, കടം തീർക്കും, സ്വന്തമായി ചിലത്. പക്ഷേ ആ രോഗം നിങ്ങളെ കാർന്നു തിന്നുന്നു എന്നറിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മുൻപോട്ട് ജീവിച്ച് ജീവിതം ആഗ്രഹിക്കുന്നത് പോലെ കൊണ്ടുപോകുവാൻ കഴിയത്തില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മരവിച്ച അവസ്ഥ, മരണത്തെ വെയിറ്റ് ചെയ്യുന്ന അവസ്ഥ. എത്രയും വേഗം ഞാൻ ഈ ലോകം വിട്ട് മാറിപ്പോയിരുന്നു എങ്കിൽ. ആത്മീയ ജീവിതം, പ്രാർത്ഥനാ ജീവിതം, പലരും അസൂയയോടെ പറഞ്ഞ പ്രാർത്ഥനാ ജീവിതം. അയ്യോ, അവളെ നോക്ക്, അവനെ നോക്ക്, ഞായറാഴ്ചയാൽ അവർ പള്ളിയിൽ പോകുന്നു, വൈകുന്നേര സമയത്ത് സന്ധ്യാപ്രാർത്ഥനയുണ്ട്, രാവിലെ വളരെ നേരത്തെ പ്രഭാത പ്രാർത്ഥനയുണ്ട്. അയ്യോ, അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ആ അനുഗ്രഹം നഷ്ടപ്പെട്ടു പോയി. ഒറ്റയ്ക്കിരുന്ന് കരയുക, ഒപ്പമിരുന്ന ഭർത്താവ്, കൂടിരുന്ന് പ്രാർത്ഥിച്ച ഭർത്താവില്ല, കൂടിരുന്ന് കൈയടിച്ച് പാടിയ മക്കളില്ല, പള്ളിയിൽ പോകുവാൻ പോലും ഒറ്റയ്ക്കായതുകൊണ്ട് മടിയായി ആയിരിക്കുന്ന സഹോദരി, ആ അനുഗ്രഹം നഷ്ടപ്പെട്ടു പോയി. ആ സ്ഥാപനമെന്ന നിൻ്റെ അനുഗ്രഹം, നിൻ്റെ നന്മയുടെ അടിസ്ഥാനം, നിനക്ക് വേണ്ടി ദൈവം തുറന്നു തന്ന ഉറവ നഷ്ടപ്പെട്ടു പോയി. ആ അനുഗ്രഹം നഷ്ടപ്പെട്ടു പോയി. ബാധ്യതക്കാരനായി പലരുടെ മുമ്പിൽ തലകുനിച്ചു പരിഹാസവാക്കുകളും നിന്ദാവാക്കുകളും കേട്ട് എങ്ങനെ മുൻപോട്ട് പോകണമെന്ന് അറിയാതെ, മരിക്കുവാൻ ഭയമായതുകൊണ്ട് അല്ല,
പ്രിയ മക്കൾ, പ്രിയപ്പെട്ടവർ, എൻ്റെ മരണം കൊണ്ട് അവരുടെ ജീവിതം തകരുമല്ലോ എന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടായിരിക്കുന്ന അത് തന്നെ മരിച്ച് മരവിച്ചായിരിക്കുന്ന അവസ്ഥ, ഉണ്ടായിരുന്ന പലതും നഷ്ടപ്പെട്ടു പോകുമ്പോൾ അതേ അനുഭവമാണ് സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ. ഒരുപക്ഷേ ഉണ്ടായിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കാൾ എന്നെയും നിങ്ങളെയും ജീവിക്കുവാൻ പ്രാപ്തരാക്കി തീർക്കുന്നത് നമ്മൾ നേടിയെടുക്കുവാൻ പോകുന്ന സ്വപ്നങ്ങളാണ്. വിശ്വാസികൾക്ക് ആ സ്വപ്നങ്ങളെ വാഗ്ദത്തമെന്ന് പറയുവാനായി കഴിയും. ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന, എൻ്റെ ജീവിതത്തെ അടിമുടി മാറ്റുന്ന, അതുതന്നെ നിങ്ങളുടെ ജീവിതത്തെ അടിമുടി മാറ്റുന്ന, നിങ്ങളിലൂടെ കർത്താവിൻ്റെ നാമം ഉയർത്തുന്ന ആ അത്ഭുതം, അത് നിങ്ങളുടെ വാഗ്ദത്തമെന്ന് നിങ്ങൾ പറയും. അത് നിങ്ങളുടെ സ്വപ്നമാണ്. ആ സ്വപ്നങ്ങൾ കരിഞ്ഞുണങ്ങിപ്പോകുമ്പോൾ അയ്യോ എന്തിനു ജീവിക്കണം അല്ലേ? സ്വപ്നം കണ്ട ജോലി കിട്ടാതായപ്പോ, സ്വപ്നം കണ്ട ആ പോസ്റ്റിൽ എത്തുവാൻ കഴിയാതായപ്പോ, സ്വപ്നം കണ്ട ആ രാജ്യത്ത് കടന്നു ചെല്ലുവാൻ കഴിയാതായപ്പോ, സ്വപ്നം കണ്ടതുപോലെയൊന്നും ആ ജോലി സ്ഥലത്ത് നിന്ന് കിട്ടാതായപ്പോ, ഭവനത്തിന്റെ പണി പകുതി വഴിയിൽ. മനോഹരമായൊരു ഭവനം നിന്റെ സ്വപ്നത്തിൽ അതുണ്ട്, പക്ഷേ അതിനൊരു പൂർത്തീകരണം ഉണ്ടാകുന്നില്ല. പകുതി വഴിയിൽ കടം കയറി മുടിഞ്ഞ അയ്യോ സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ. അത് തന്നെ മരിച്ച് ജീവിക്കുന്ന അവസ്ഥ. വളരെ സ്വപ്നം കണ്ട് വന്നു കയറിയതാ അല്ലേ സഹോദരി? ആ വീട്ടിനകത്ത് ആ സ്വപ്നങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി. പേടിയാ. അയ്യോ ഞാൻ ആഗ്രഹിച്ചതല്ല, ഞാൻ പ്രതീക്ഷിച്ചതല്ല, ഞാൻ കൊതിച്ചതല്ല, ഞാൻ കണ്ട സ്വപ്നം. അതേ ദൈവം എന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ എല്ലാം ഇതാ കരിഞ്ഞുണങ്ങിപ്പോയിരിക്കുന്നു. ഇവിടെ എൻ്റേതെന്ന് പറയുവാനൊന്നുമില്ല. ആണേ സഹോദരി, സഹോദര, നീ സ്വപ്നം കണ്ടതൊന്നും നിന്റെ ഫാമിലി ലൈഫിലില്ല. നിന്റെ ഭാര്യയിൽ, നീ ആയിരിക്കുന്ന സ്ഥാനത്ത് അതൊന്നും കാണുവാൻ കഴിയുന്നില്ല. ആ സ്വപ്നങ്ങളെല്ലാം കരിഞ്ഞുണങ്ങിപ്പോയി. സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് നീ കരയുക. സഹോദരി, സഹോദര, സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ട് നീ കരയുക. സ്തോത്രം. മരവിച്ച അവസ്ഥയിൽ നിന്റെ കണ്ണുനീരൊപ്പുന്ന യേശു നിന്റെ അടുക്കലുണ്ട്. ആ കണ്ണുനീരിന് ഇന്ന് എൻ്റെ കർത്താവ് അറുതി വരുത്തുക. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തലമുറകളെക്കുറിച്ച് കണ്ട സ്വപ്നങ്ങൾ, അവർ കണ്ട സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടു പോയി. പരസ്പരം പറഞ്ഞാശ്വസിപ്പിക്കുവാൻ കഴിയാത്ത വിധത്തിൽ മുഖം തിരിച്ചു നടന്ന് കരയുന്ന അവസ്ഥ നിന്റെ ഭവനത്തിനകത്താണ്. നിന്റെ മക്കളുടെ അവസ്ഥ, നിന്റെ അവസ്ഥ അതുതന്നെ. നഷ്ടപ്പെട്ടു പോയ സ്വപ്നങ്ങൾ വല്ലാത്ത വേദനയും മുറിപ്പാടുകളും സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നു. കണ്ണുനീർ തോരുന്നതേയില്ല. സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടു പോയി. ഉണ്ടായിരുന്ന അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോയി. ഒരുപക്ഷേ ഇതിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ വേദനിക്കുന്ന, വിങ്ങുന്ന ഹൃദയത്തോടെ ആയിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, ദൈവദാസനെ ഇതിനൊരു പരിഹാരമുണ്ടോ? ഈ വേദനയെക്കുറിച്ച് പറഞ്ഞു ഓർമ്മിപ്പിക്കുന്ന ഈ അവസ്ഥയ്ക്ക്, ഈ വേദനയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് ഓർമ്മിപ്പിച്ച് ലോകം ചെയ്യുന്നത് തന്നെ നിങ്ങളും ചെയ്യുകയാണോ? ഇതിനൊരു പരിഹാരമുണ്ടോ? ഉണ്ട്, ഇതിനൊരു പരിഹാരമുണ്ട്. ആ പരിഹാരവുമായാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുൻപിൽ ആയിരിക്കുന്നത്. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് എന്നെ നിങ്ങൾക്ക് മുൻപിൽ ിയിരിക്കുന്നത്. വിധത്തിൽ നിങ്ങളെപ്പോലെ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ട്, സ്വപ്നങ്ങൾ വാടിക്കരിഞ്ഞ്, മരിച്ച് മരണം മതിയെന്ന് പറഞ്ഞ് കരഞ്ഞൊരു മനുഷ്യനെ വിശുദ്ധ വേദ പുസ്തകം എനിക്കും നിങ്ങൾക്കുമായി കാണിച്ചു തരുന്നു. പ്രാർത്ഥനയോടെ ഒപ്പം വന്നാട്ടെ. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ. താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്നു മരിപ്പാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞു. ഇപ്പോൾ മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. ഒരു ചൂരച്ചെടിയുടെ ചുവട്ടിൽ ഇരുന്നിട്ട് ഒരു മനുഷ്യൻ പറയുകയാണ്. ആ മനുഷ്യൻ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലർക്കും സുപരിചിതനാണ്. എലിയാവ് എന്നാണ് ആ മനുഷ്യൻ്റെ പേര്. വിശുദ്ധ വേദ പുസ്തകത്തിൽ ഇതേ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായം മുതൽ ആ മനുഷ്യൻ്റെ ചരിത്രം ആരംഭിക്കുകയാണ്. പെട്ടെന്ന് ആ മനുഷ്യൻ ഒരു കൊടുങ്കാറ്റ് പോലെ കടന്നു വരുന്നു. തിശ്ബിയയിൽ നിന്ന് തിശ്ബിയനായ ഏലിയാവ് കടന്നു വരുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു മനുഷ്യനാണ്. ശ്രദ്ധിച്ചാട്ടെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു മനുഷ്യനാണ്. കാരണം തൻ്റെ പ്രൊഫഷനിൽ താനൊരു പ്രവാചകനാണ്. പ്രവാചകൻ എന്ന ആ പ്രൊഫഷനിൽ ആ മനുഷ്യൻ വളരെ
ശക്തനാണ്. അതുകൊണ്ടാണ് ആ മനുഷ്യന് രാജാവിനോട്, ആഹാബ് എന്ന ശമര്യയിലെ രാജാവിനോട് പ്രവചിക്കുവാൻ കഴിഞ്ഞത്. രാജാവിനോട് പ്രവചിച്ചു പറയുകയാണ്, ഇനി മഴ ഉണ്ടാകത്തില്ല. ഏതുവരെ? ഞാൻ പറയുന്നത് വരെ. ഓ താങ്ക് ഗോഡ്. ചിലർ, അധികാരമുള്ള ചിലർ, പ്രൈസർ ഫാമിലിക്കൊപ്പം പ്രാർത്ഥനയോടെ കണ്ണുനീരോടെ ആയിരിക്കുന്ന ചിലരിൽ നിന്ന് അധികാരമുള്ള ചിലരെ കർത്താവ് എഴുന്നേൽപ്പിക്കുക. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ചിലതിനെ നോക്കി പ്രവചിക്കുവാൻ സ്തോത്രം. അതങ്ങനെ സംഭവിക്കാം, അതിങ്ങനെ സംഭവിക്കാമല്ല, ഞാൻ പറയുന്നത് വരെ ഇനി അങ്ങനെ സംഭവിക്കത്തില്ല എന്ന്. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ സഹോദരി, അവിധത്തിൽ അധികാരത്തോടെ നിന്നോട് പ്രവചിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുക, ഇനി നിന്റെ ഭർത്താവായി നിന്റെ മക്കളുടെ കാര്യം നോക്കി നന്നായിട്ട് ജീവിക്കുമെന്ന് തീരുമാനമെടുത്തിട്ടല്ലാതെ അവർ ആ വീട്ടിനകത്തുനിന്ന് പുറത്തിറങ്ങത്തില്ല. നിന്റെ ഭർത്താവ് തന്നെ. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക, ഇനി പോകത്തില്ല. ഓ യെസ്, ആമേൻ. അപ്പോൾ നോക്കിയേ, അവിധത്തിൽ തൻ്റെ പ്രൊഫഷനിൽ ശക്തനായ എലിയാവ്, താൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ആ രാജ്യത്ത് മീൻസ് ശമര്യയിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്. അതിൻ്റെ മധ്യത്തിലെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവനായി ജീവിക്കുന്നവനാണ് എലിയാവ്. എന്നാൽ അതേ എലിയാവ് ഒരു പ്രത്യേക സന്ദർഭത്തിൽ പറയുകയാണ്, നമ്മൾ ചിന്തയ്ക്കായി വായിച്ച ഭാഗത്തിൽ തന്നെ, ഇനി എനിക്ക് മരിച്ചാൽ മതി. അത്രമാത്രം മടുത്തു. കാരണം എന്താണ്? തനിക്കൊപ്പം ഉണ്ടായിരുന്ന അനുഗ്രഹങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവത്തിലേക്ക് എലിയാവ് എത്തിച്ചേർന്നു. അതേ 19-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് കാണുവാൻ കഴിയും. ഈ സഭയിൽ ഏലിയാവിൻ്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചു, നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തൻ്റെ ജീവനെ പോലെ ആക്കുന്നില്ല എങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയും. ആമേൻ. ആ സ്തോത്രം. എലിയാവ് മരിച്ചാൽ മതി എന്ന് കരയുവാനുള്ള കാര്യം കൊന്നുകളയുമെന്ന് ഉള്ളൊരു ഭീഷണി, അത് ഒരു ശക്തയുടെ അടുക്കൽ നിന്ന്, ഇസബേൽ എന്ന് പറയുന്ന ആഹാബിൻ്റെ ഭാര്യയുടെ അടുക്കൽ നിന്ന്, അധികാരമുള്ളവൻ്റെ അടുക്കൽ നിന്നാണ് ആ ഉത്തരവ് വരുന്നത്. താൻ ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ടവനാണ്, കർമ്മേലിന് മുകളിൽ തീയിറക്കിയവനാണ്, അത്ഭുതങ്ങളും അടയാളങ്ങളും ജീവിത ചര്യയാക്കി മാറ്റിയവനാണ്. പക്ഷേ കൊന്നുകഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജീവൻ പോയാൽ പിന്നെ അതുവല്ല അനുഭവിക്കാൻ പറ്റുമോ? നഷ്ടപ്പെടൽ, അതുവരെ ഉണ്ടായിരുന്ന തൻ്റെ കരിയർ നഷ്ടപ്പെട്ടു, താൻ അനുഭവിച്ചതെല്ലാം നഷ്ടപ്പെട്ടു. പേടി, ഇനി അവിടെ നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇനി മരിച്ചാൽ മതി, ജീവനും കൊണ്ട് ഓടിയാൽ ഇനി മരിച്ചാൽ മതി. അനുഗ്രഹങ്ങൾ മാത്രമല്ല നഷ്ടപ്പെട്ടു പോയത്, മറിച്ച് വചനം പറയുന്നു തൻ്റെ സ്വപ്നങ്ങളും നഷ്ടപ്പെട്ടു പോയി. രാജാവിന് മുമ്പിൽ നിന്ന് പ്രവചിച്ചത് തനിക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ദൈവം അവനിൽ നിറവേറുവാൻ ആഗ്രഹിച്ചത്. അത് തന്നെയാണ് എലിയാവിൻ്റെ സ്വപ്നം. ഭക്ത, നിന്നിൽ നിറവേറുവാൻ ദൈവം ആഗ്രഹിക്കുന്നതാണ് നിന്റെ സ്വപ്നം. നിന്റെ സ്വപ്നം വെറും പകൽ കിനാവല്ല. സഹോദരി, സഹോദര, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ, നിങ്ങളുടെ സ്വപ്നം വെറും പകൽ കിനാവുകളോ പോക്കുത്തുകളോ അല്ല. ദൈവം നിങ്ങളിൽ നിറവേറുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. അതുകൊണ്ട് അതിനെ വിട്ടുകളയരുതേ. ആമേൻ. ആ സ്വപ്നങ്ങളെല്ലാം പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയി. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, ഇതൊരു യാദൃശിക സംഭവമൊക്കെ ആയിരിക്കാം. ഒരിക്കലുമല്ല. ആ സ്വപ്നങ്ങൾ നേടിയെടുക്കുവാൻ, അല്ലെങ്കിൽ തൻ്റെ അനുഗ്രഹത്തിൽ നിലനിൽക്കുവാൻ ഏലിയാവ് സഹിക്കുന്ന കഷ്ടം 17-ാം അധ്യായം മുതൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിൻ്റെ വാക്ക് കേട്ട് കെരീത്തിൽ വറ്റി വരണ്ടുകൊണ്ടിരിക്കുന്ന ഒരു തോട്ടിൻ്റെ കരയിൽ കാക്ക കൊണ്ടു കൊടുക്കുന്ന ഭക്ഷണത്തിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കഷ്ടപ്പാടാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂവണിയുവാൻ വേണ്ടി നിങ്ങൾ അவ்விധത്തിൽ ഞെരുക്കത്തിലൂടെ കടന്നുപോയി. ഇല്ലായ്മയുടെ, കണ്ണുനീരിൻ്റെ, വേദനയുടെ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അടിക്കടി ഉണ്ടായിട്ടും ആ സ്വപ്നങ്ങളെ മുൻനിർത്തി നിങ്ങൾ കാത്തിരുന്നു. സഹോദര, ഒത്തിരി സ്വപ്നങ്ങൾ ഉള്ളത് കൊണ്ടല്ലേ ആ ജോലി സ്ഥലത്ത് ആഹാരമില്ലാതെ സഹോദരി വീട്ടുകാരോട് പോലും പറയുന്നില്ല, ഉപദ്രവിക്കപ്പെടുന്നവളായി, നിന്ദിക്കപ്പെടുന്നവളായി, സമയത്തിന് ആഹാരമില്ലാത്തവളായി, ശാരീരികമായി മാനസികമായി തകർക്കപ്പെട്ടവളായി നീ പിടിച്ചു നിന്നത് സ്വപ്നങ്ങൾ ഒത്തിരി ഉള്ളത് കൊണ്ടാ അല്ലേ സഹോദരി? ഉപദ്രവിക്കപ്പെട്ടിട്ടും അവമാനിക്കപ്പെട്ടിട്ടും നിന്ദിക്കപ്പെട്ടിട്ടും നീ പിടിച്ചു നിന്നത് നിന്റെ കുടുംബജീവിതത്തെക്കുറിച്ച് നിനക്ക് ഒത്തിരി സ്വപ്നങ്ങൾ ഉള്ളത് കൊണ്ടാ സഹോദര. പല വാക്കുകളും ഭാര്യയിൽ നിന്ന് കേൾക്കുന്നതും ബന്ധുക്കളിൽ നിന്ന് കേൾക്കുന്നതും നിന്റെ ഹൃദയത്തെ മുറിപ്പെടുത്തിയിട്ടും നിന്റെ പുരുഷത്വത്തെ ചോദ്യം ചെയ്തിട്ടും നീ പിടിച്ചു നിൽക്കുന്നത് സ്വപ്നങ്ങൾ ഒത്തിരി ഉള്ളത് കൊണ്ടാണ്. മാതാവേ, പിതാവേ, മക്കളുടെ കഠിന വാക്കുകൾ കേട്ടിട്ടും അവർക്കൊപ്പം ചേർന്ന് നിൽക്കുന്നത് അവരിൽ നീ കണ്ട ഒത്തിരി സ്വപ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ്. കുഞ്ഞുമക്കളെ സ്കൂളിൽ, കോളേജിൽ പരിഹാസങ്ങൾ,
നിന്ദകൾ, അപമാനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പുറത്തു വരുവാൻ കഴിയാതിരുന്നിട്ടും നിങ്ങൾ പിടിച്ചു നിൽക്കുന്നത് സ്വപ്നങ്ങൾ ഒത്തിരി ഉള്ളതുകൊണ്ടാണ്. മരിച്ചു കളയാതെ രോഗം ബാധിച്ച ശരീരവുമായി സഹോദര സഹോദരി നീ മുൻപോട്ട് ജീവിതം ജീവിച്ചു കൊണ്ടുപോകുന്നത്. കടം കയറി മുടിയുന്ന അവസ്ഥയിലായിട്ടും സ്വപ്നങ്ങൾ ഒത്തിരി ഉള്ളതുകൊണ്ട് നിന്ന് സഹിച്ച് അപമാനം സഹിച്ച് പലരുടെ മുമ്പിൽ തലകുനിച്ച് അല്ലേ. തുടർന്ന് ദൈവം ഏലിയാവിനോട് പറയുക, നീ ഒരു വിധവയുടെ ഭവനത്തിൽ പോയി താമസിക്കുക, ഒരു വിധവയും മകനും മാത്രമേ ഉള്ളൂ. ഇന്നത്തെ കണക്കിനാണെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അയ്യോ, ഫേസ്ബുക്കും വാട്സപ്പും തുറക്കാൻ പറ്റത്തില്ല. ഏലിയാവിനെ കുറിച്ച് കമൻറ്റ്, ഏലിയാവ് അവിടെയാ, ഇപ്പം അവളുടെ കൂടെയാ. അയ്യോ, പരിഹാസം, നിന്ന അപമാനം. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. പലപ്പോഴും നിങ്ങൾ പരിഹസിക്കുന്നവർ, നിങ്ങൾ കളിയാക്കുന്നവർ ദൈവത്തിൻ്റെ വീക്ഷണകത്തുള്ളവരാണ്. ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് നിങ്ങൾക്ക് ലോകത്തോട് വിവരിക്കുവാൻ, അവർക്ക് ലോകത്തോട് വിവരിച്ചു തരുവാൻ കഴിയണമെന്നില്ല. പ്രിയരെ, ഒരു നിമിഷം തിരിച്ചു ചിന്തിച്ച് നിങ്ങൾ ഏലിയാവിനെ കളിയാക്കിയാൽ എന്തായിരിക്കും? ഇതുപോലെയാ ഒത്തിരി ഏലിയാവുമാരെയാണ് നിങ്ങൾ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ദൈവം തിരഞ്ഞെടുത്തവരെ. പ്രിയരെ, നിങ്ങളുടെ ജീവിതം നിങ്ങൾ നശിപ്പിച്ച് കളയരുതേ. പലർക്കും ഇതൊരു നേരം പോക്കാണ്, ഇതൊരു ആദായ മാർഗമാണ്. അവരതുകൊണ്ട് ജീവിച്ചോട്ടെ. നിങ്ങൾ വിശ്വാസികളാണ്, നിങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാനായിരിക്കുന്നവരാണ്. പലതും നിങ്ങളുടെ ജീവിതത്തിൽ നന്മയായി ഉണ്ടാകേണ്ടതാണ്. രക്തനിലത്തിൻ്റെ ഓഹരിക്കാരായി നിങ്ങൾ മാറരുതേ. നല്ലത് അവിടെ വിളയുമെന്ന് നിങ്ങൾ കരുതരുത്. അഭിക്ഷിതന്മാരുടെ കണ്ണുനീർ, ശുശ്രൂഷകന്മാരുടെ കണ്ണുനീർ, അവർ എങ്ങനെയുള്ളവർ? അവരെ വേർതിരിക്കുന്നത് നിങ്ങളല്ല. ട്രോളുന്നവരും പോസ്റ്റ് ഇടുന്നവരും കമൻ്റ് ചെയ്യുന്നവരുമല്ല, ദൈവമാണ്. ദൈവം അവന് കഴിവുണ്ട്. പറയുന്നവർ വിചാരിക്കുന്നത് ദൈവം പണിയൊക്കെ നിർത്തിപ്പോയി, ഇനി ഇവരെന്തെങ്കിലും ചെയ്താലേ അല്ലേ. അങ്ങനെ നിന്ന് സഹിച്ച ഏലിയാവ് ആ വീട്ടിനകത്തായിരിക്കുന്നത്. ഇന്ന് ഇങ്ങനെയാണെങ്കിൽ അന്നും അങ്ങനെയൊക്കെ തന്നെ. ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഒന്നും കാണത്തില്ലെന്നേ ഉള്ളൂ, യൂട്യൂബ് ഒന്നും ഇല്ലെന്നേ ഉള്ളൂ. അന്നും സാഹചര്യത്തിന് വ്യത്യാസമില്ല. ആ അവസ്ഥയിൽ ഏലിയാവ് പോയിരിക്കുക. ഒന്ന് ചിന്തിച്ചേ. ഒറ്റയ്ക്ക് കർമ്മേലിന് മുകളിൽ യാഗപീഠം നന്നാക്കുക. തൻ്റെ സ്വപ്നങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി പലതും ചെയ്തു. സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുവാൻ വേണ്ടി ഒന്നും കഴിയാതെ വരുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു, സ്വപ്നങ്ങളെല്ലാം വാടിക്കരിഞ്ഞു, ഉണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ടു എന്ന് ചിന്തിച്ചായിരിക്കുമ്പോൾ ഏലിയാവ് തളർന്ന് ആ ചൂരച്ചെടിയുടെ മൂട്ടിൽ നിന്ന് നിലവിളിക്കുക, ഇനി മതി കർത്താവേ. നിലവിളിക്കുന്ന ഒത്തിരി പേർ എന്നെ കേൾക്കുന്നുണ്ട്. മതി, മരിച്ചാൽ മതി, എനിക്കിനി ഇങ്ങനെ ജീവിക്കണ്ട, എനിക്കിനി എന്തിന് നരക ജീവിതമെന്ന് ചിന്തിച്ചായിരിക്കുന്ന പ്രിയരെ കേൾക്കണമേ. തളർന്നിരുന്ന ഏലിയാവിനെ തട്ടി ഉണർത്തുവാൻ ദൈവം ഒരു ദൂതനെ അയച്ചു. ആ ദൂതൻ നിങ്ങളെ തട്ടി ഉണർത്തുക. സഹോദര സഹോദരി, മാതാവേ പിതാവേ, എഴുന്നേൽക്ക്. ഒന്നും തീർന്നിട്ടില്ല. നിങ്ങളുടെ സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടില്ല. നിങ്ങളുടെ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടില്ല. നിങ്ങളുടെ സ്വപ്നങ്ങൾ കരിഞ്ഞുണങ്ങി പോയിട്ടില്ല. കാരണം നിങ്ങളുടെ സ്വപ്നങ്ങൾ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. നിങ്ങളുടെ അനുഗ്രഹങ്ങൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ തന്നതാണ്. അത് കവർന്നെടുക്കുവാൻ ഒരു പിശാചിനും കഴിയത്തേയില്ല. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ തട്ടി എഴുന്നേൽപ്പിക്കുക. ഓ താങ്ക് ഗോഡ്. ഇനിയും ഏറ്റവും ശ്രേഷ്ഠമായത് മുൻപിൽ നീ ചെയ്തെടുക്കുവാനുണ്ട്. തുടർന്ന് നിങ്ങൾ വായിച്ചു നോക്കുക. ഏറ്റവും ശ്രേഷ്ഠമേറിയത് ചെയ്തെടുക്കുവാൻ തക്കവണ്ണം ഏലിയാവിനെ ദൈവം പ്രയോജനപ്പെടുത്തുകയാണ്. തളർന്നിരുന്നത് മതി, എഴുന്നേൽക്ക്. ഓ സ്തോത്രം. കനലിൽ ചുട്ട അടയും വെള്ളവുമായി ദൂതൻ ഏലിയാവിനെ തട്ടി എഴുന്നേൽപ്പിക്കുക. കനലിൽ ചുട്ട ആ അപ്പം, ആ അട, പ്രഭാതമന്ന, അത് നിങ്ങളെ ശക്തിപ്പെടുത്തും. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ ചിലർ ശക്തിപ്പെടുക. ഇനിയും മുൻപോട്ട് യാത്രയുണ്ട്. നിങ്ങൾ ഇതുവരെ ചെയ്തതല്ല, അതിലപ്പുറം ചെയ്യുവാൻ, അടുത്ത തലമുറയെ എഴുന്നേൽപ്പിക്കുവാൻ. ഓ താങ്ക് ഗോഡ്. സ്തോത്രം. നഷ്ടപ്പെട്ടു പോയെന്ന് നിങ്ങൾ കരുതുന്നതിലും വലുത്, ശ്രേഷ്ഠമേറിയത് നേടിയെടുക്കുവാൻ പ്രാപ്തിയുള്ള അടുത്തൊരു തലമുറയെ എഴുന്നേൽപ്പിക്കുവാൻ, അടുത്തൊരു സീസണ് തുടക്കം കുറിക്കുവാൻ, അടുത്ത് ചിലത് ചെയ്യുവാൻ. യെസ്, യേശുവിൻ നാമത്തിൽ എഴുന്നേൽക്ക്. ഓ താങ്ക് ഗോഡ്. ആമേൻ. മതി, കിടന്നത് മതി, എഴുന്നേൽക്ക്. അപ്പത്തിൻ്റെ ശക്തി കൊണ്ട് എഴുന്നേൽക്ക്. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. പിന്നെയുള്ളത് ചരിത്രമാണ്. അവിടെ ഇസബേലിന്
റോളില്ല. അവിടെ ഇസബേലിൻ്റെ പ്രവാചകന്മാർക്ക് റോളില്ല. അവിടെ സ്വപ്നങ്ങളെ കവർന്നെടുക്കുന്നവർക്ക് റോളില്ല. അവിടെ അനുഗ്രഹങ്ങളിൽ നിന്ന് നിങ്ങളെ ആട്ടി ഓടിക്കുന്നവർക്ക് റോളില്ല. അവരെ തകർക്കുവാൻ തക്കവണ്ണമുള്ളത് നിങ്ങളിൽ നിന്ന് പുറത്തു വരും. നിങ്ങളെ ഭയപ്പെടുത്തുന്നവരെ, നിങ്ങളെ ഭയപ്പെടുത്തിയവരെ തകർക്കുവാൻ ഒത്തവണ്ണമുള്ളത് നിങ്ങളിൽ നിന്ന് പുറത്തു വരും. നോക്ക്, താഴേക്ക് വായിക്കുമ്പോൾ പിന്നെയും കാണുവാനായിട്ട് കഴിയും. 16 മുതൽ വായിച്ചു വന്നാൽ, സാഫാത്തിന്റെ മകനായ എലീശായെ പ്രവാചകനായും യേഹൂവിനെ ഹാസായേലിനെ രാജാക്കന്മാരായും അഭിഷേകം ചെയ്യണം, അവർ തകർക്കും. ആമേൻ. നിന്നെ ഭയപ്പെടുത്തിയ എലിയാവേ, നിന്നെ ഭയപ്പെടുത്തി ഒതുക്കിയവളെ, ഓ സ്തോത്രം, അവർ തകർക്കും. ഇനി നിങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത്, യേശുവിൻ നാമത്തിൽ ഇനി നിങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത്, ഇന്നലകളിൽ നിങ്ങളുടെ അനുഗ്രഹങ്ങളെ കവർന്ന ശത്രുവിനെ തകർക്കും. നിങ്ങളുടെ സ്വപ്നങ്ങളെ കരിഞ്ഞുണർന്നുമാറാക്കിയ ആ ശത്രുവിനെ തകർക്കും. എഴുന്നേൽക്ക് സഹോദര, ആ ജോലി സ്ഥലത്ത് അതേ നീ പ്രതീക്ഷിക്കുന്നത് പ്രാപിച്ചെടുക്കാതൊരു മടക്കം നിനക്ക് ഉണ്ടാകത്തേ ഇല്ല. എഴുന്നേൽക്ക്. ഓ താങ്ക് ഗോഡ്, നിന്റെ സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ല. നീ സ്വപ്നം കണ്ടത് അവിടെ നൽകി എൻ്റെ കർത്താവ് നിന്നെ മാനിക്കുവാൻ പോകുക. നീ സ്വപ്നം കണ്ട് കടന്നുപോയത് അവിടെ എൻ്റെ കർത്താവ് നൽകുക. യേശുവിൻ നാമത്തിൽ അതിന് തക്കവണ്ണം നിന്നെ കർത്താവ് ശക്തനാക്കി മാറ്റുക. നിന്നിൽ നിന്ന് തന്നെ ശത്രുവിനെ തകർക്കുന്നത് പുറപ്പെട്ടു വരിക. സഹോദരി, സഹോദര, കേൾക്ക്. കുടുംബജീവിതം തകർന്ന് എല്ലാം നഷ്ടപ്പെട്ടവനായി നീ അലയുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. പ്രാർത്ഥിക്കുന്ന, കരയുന്ന നിന്നിൽ നിന്ന് നിന്റെ സ്വപ്നങ്ങളെ നഷ്ടപ്പെടുത്തി കളയുന്ന, നിന്റെ അനുഗ്രഹത്തെ, അതേ നിന്റെ ഭർത്താവിനെ കവർന്നു കൊണ്ടുപോകുന്ന, നിന്റെ ഭാര്യയെ നിന്നിൽ നിന്ന് അകറ്റി കളയുന്ന ആ ശത്രുവിനെ തകർക്കുവാനുള്ളത് പുറത്തു വരിക. യേശുവിൻ നാമത്തിൽ എഴുന്നേൽക്ക്. നിന്നിൽ നിന്ന് പുറത്തു വരുവാൻ പോകുക. ദൈവശക്തിയായി നിന്നിൽ നിന്ന് പുറത്തു വരുവാൻ പോകുക. മാതാവേ, പിതാവേ, നിന്നിൽ നിന്ന് തന്നെ തലമുറയുടെ മേൽ അവകാശം പറഞ്ഞ് വാദിച്ചു വെല്ലുവിളിക്കുന്ന ശത്രുവിനെ തകർക്കുവാനുള്ളത് പുറത്തു വരിക. ഓ താങ്ക് ഗോഡ്. ആ ശത്രു തകർക്കപ്പെടുക. തലമുറയുടെ മേൽ അവകാശം പറഞ്ഞ് അവരെ പിടിച്ചു കൊണ്ടുപോകുന്ന, അവരെ കൊള്ളാത്തവരാക്കി മാറ്റുന്ന, പരാജയത്തിന്റെ പടികുഴിയിൽ തള്ളിയിടുന്ന ആ ശത്രുവിനെ തകർക്കുവാൻ യേശുവിൻ നാമത്തിൽ വിവാഹം മുടക്കി കളന്ന ആ ശത്രുവിനെ തകർത്ത് അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതം ഒരുക്കുവാനുള്ളത് നിന്നിലൂടെ തന്നെ, നിന്നിലൂടെ തന്നെ, നിന്നിലൂടെ തന്നെ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി എൻ്റെ ആത്മീയ ജീവിതം പണിയപ്പെടുവാനുള്ളത് നിന്നിലൂടെ തന്നെ. എഴുന്നേൽക്ക്. ഓ, ദൂതന്റെ ശബ്ദം കേൾക്കുന്നവർ എഴുന്നേറ്റാട്ടെ. കനലിൽ ചുട്ട അട ഭക്ഷിക്കുന്നവർ എഴുന്നേൽറ്റാടെ. ഇനിയും മുൻപോട്ടുണ്ട്, ഒന്നും തീർന്നു പോയിട്ടില്ല. ഈ കടത്തിൽ, ഈ ജപ്തിയുടെ അനുഭവത്തിൽ, ഈ പലിശക്കാരുടെ മുമ്പിൽ ഒന്നും തീർന്നു പോകത്തില്ല. യേശുവിൻ നാമത്തിൽ എല്ലാം അവസാനിച്ചു എന്ന് ഷട്ടറിടാൻ നിൽക്കുന്ന സഹോദര, കേൾക്ക്. അവിടെ തന്നെ നീ സ്വപ്നം കണ്ട, ഓ സ്തോത്രം, നിന്റെ സ്വപ്നങ്ങൾക്ക് പൂർത്തീകരണം ഉണ്ടാകുവാൻ കർത്താവ് നിന്നെ അവിടെ തന്നെ നിർത്തും. ശുശ്രൂഷക, അവിടെ തന്നെ, ആ സ്ഥാനത്ത് തന്നെ നീ ശുശ്രൂഷ ചെയ്യും. ആമേൻ. നിന്നിലൂടെ കർത്താവിൻ്റെ നാമം ഉയരും. വാതുറക്കാൻ അനുവദിക്കത്തില്ല എന്ന് വാദിച്ചു വെല്ലുവിളിച്ച ശത്രുവിൻ്റെ മധ്യത്തിൽ യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി മരിച്ച് മരവിച്ച അവസ്ഥയിൽ നിന്ന്, ഓ സ്തോത്രം, മുൻപിൽ ഇനിയും സ്വപ്നങ്ങളെ കവരുന്നവരെ തകർക്കുവാൻ നിനക്കൊരു ഫ്യൂച്ചറുണ്ട്. ഓ, തീർന്നിട്ടില്ലതേ, ഒന്നും തീർന്നിട്ടില്ല. മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായി കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളെപ്പോലെ ബാധിക്കപ്പെട്ട ഒത്തിരി പേരെ ഞങ്ങളുമായി ചേർത്ത് നിർത്തുക. ഞങ്ങളുടെ കോൺടാക്റ്റുകൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പിന്നെയും പ്രൈസർ ഫാമിലിയുമായി പങ്കുവയ്ക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ പ്രവർത്തിക്കും. നിങ്ങളുടെ മാത്രമായ ഒരു വിഷയത്തിന് വേണ്ടി ഉപവസിക്കുവാൻ, നിങ്ങൾ പ്രൈസർ ഫാമിലിക്കൊപ്പം ഉപവസിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക. എല്ലാ മാസത്തിൻ്റെ അവസാന ദിവസങ്ങളിലും പ്രൈസർ ഫാമിലി പ്രാർത്ഥനയോട് ഉപവാസത്തോടെ ആയിരിക്കുന്നു. നിങ്ങൾക്കും ഞങ്ങൾക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനുള്ള അവസരമുണ്ട്. ഒപ്പം ഞങ്ങളുടെ മിഷണറി പ്രവർത്തനത്തിൽ പങ്കാളികളാകുവാനും കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വിസ്തൃതിക്കായി പ്രവർത്തിക്കുവാനുമുള്ള അസുലഭമായ അവസരമുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 11 മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവായി പ്രൈസർ ഫാമിലി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ കടന്നു വരിക. ഞായറാഴ്ച 10 മണി മുതൽ വിശുദ്ധ സഭാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലിങ്ക് ലഭിക്കുന്നില്ലെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത് ആയിരിക്കും. നിങ്ങൾക്കൊരാലയത്തിൽ കടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയിൽ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ ജോയിൻ ചെയ്യുക. നിങ്ങളൊരാലയത്തിൽ കടന്നു പോകുന്നില്ല എങ്കിൽ മാത്രം താല്പര്യമുള്ളവർ കടന്നു വരിക. ദയവായി ശ്രദ്ധിക്കുമല്ലോ, മറ്റൊരാലയത്തിൽ പോകുന്നവരോടല്ല, പോകുവാൻ കഴിയാതെ, എന്തെങ്കിലും സാഹചര്യത്തിൽ പോകുവാൻ കഴിയാതെ
കഴിയാതെ ആയിരിക്കുന്നവർ മാത്രം ഈ ക്ഷണം സ്വീകരിക്കുക. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. കണ്ണടച്ചോ പ്രാർത്ഥിക്കാം. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹിതവും പ്രശാന്തവുമായിരിക്കുന്ന നല്ല സമയം അടിയനൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, മരവിച്ച അവസ്ഥയിൽ നിന്ന് പുതിയത് ചെയ്തെടുക്കുവാൻ തക്കവണ്ണം നല്ലൊരു ഭാവി ഇവർക്ക് മുമ്പിൽ അങ്ങ് ഒരുക്കിയിരിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശോപ്പ, അനുഗ്രഹിക്കപ്പെട്ട ജോലി സാഹചര്യങ്ങളെ നൽകി, നല്ല തൊഴിലുകളെ നൽകി, നല്ല തൊഴിൽ സാഹചര്യങ്ങൾ നൽകി മാനിക്കണമേ. ജോലി സ്ഥലത്ത് ശത്രുവിനാൽ പിടിക്കപ്പെട്ട് ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ വിടുവിക്കപ്പെടട്ടെ. അവകാശങ്ങളെ തടഞ്ഞു വയ്ക്കുന്ന, നന്മകൾ അനുഭവിക്കുവാൻ കഴിയാതെ കരയിപ്പിക്കുന്ന, കണ്ണുനീരിലാക്കുന്ന ശത്രുവിൻ്റെ പക്കൽ നിന്ന് ഇവരെ അങ്ങ് പുറത്തു കൊണ്ടുവരണം. എല്ലാ ബാധ്യതകളും ബാധിപ്പുകളും മാറിപ്പോകട്ടെ. പലിശക്കടങ്ങൾ മാറട്ടെ. ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ. കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ. ഇവരിൽ രോഗികളായവർ ഇപ്പോൾ സൗഖ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ. കിടക്കയിലായിരിക്കുന്നവർ എഴുന്നേൽക്കട്ടെ. ഉണങ്ങാത്ത ചിറ മുറിവുകൾ ഇന്ന് സൗഖ്യമാകട്ടെ. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ. ഡിപ്രഷനുകൾ മാറിപ്പോകട്ടെ. ഭയം മാറട്ടെ. വീട്ടിനകത്ത് തന്നെ പാത്തിരിക്കുന്നവർ പുറത്തു വരട്ടെ. യാസ്, തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ട അവരുടെ ഭാവി, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ അഡ്മിഷനുകൾ, അപ്പോൾ റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. അക്കാഡമിക് തലത്തിൽ റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. മത്സര പരീക്ഷകൾ റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. കാത്തിരിപ്പുകൾ കറുതി വരട്ടെ. രാജ്യങ്ങളുടെ വാതുകൾ വിശാലതയിൽ തുറക്കപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളും മാറട്ടെ. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ഭവനങ്ങൾ പണിയപ്പെടട്ടെ. മനോഹരമായ ഭവനങ്ങൾ പണിയപ്പെടട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. വീട്ടിനകത്ത് സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ. എല്ലാ നിരാശയും കണ്ണുനീരിൻ്റെ അനുഭവവും മാറിപ്പോകട്ടെ. ഓ സ്തോത്രം. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ആത്മീയ ജീവിതം പണിതുയർത്തപ്പെടട്ടെ. ശുശ്രൂഷകൾ ചെയ്യുവാൻ കഴിയാതെ മതിയാക്കി ആയിരിക്കുന്നവർ പുറത്തു വരട്ടെ. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടട്ടെ. ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെട്ട വലുതും ചെറുതുമായ ബിസിനസ്സുകൾ സ്വദേശത്തും വിദേശത്തും ബാധിക്കപ്പെട്ടായിരിക്കുന്നത് വിസ പ്രോബ്ലങ്ങൾ മാറട്ടെ. വിസകൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ. ലൈസൻസുകൾ കിട്ടട്ടെ. മദ്യപാന വ്യഭിചാര വെറുക്കൂത്തുകൾ വിട്ടുപോകട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കുന്നു. വലിയ സാക്ഷ്യത്തിനവർക്കും പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും ദൈവം ചോദിച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം തന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.